ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GK മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ സംസ്ഥാന ചിഹ്നത്തിലെ മൃഗം ഏത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി സിംഹം, ഓപ്ഷൻ സി കുതിര ആൻഡ് ഓപ്ഷൻ ഡി കടുവ. ശരിയുത്തരം കേരളത്തിൻ്റെ സംസ്ഥാന ചിഹ്നത്തിലെ മൃഗം ഓപ്ഷൻ എ ആന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരള നിയമസഭയുടെ കാലാവധി എത്ര വർഷം? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6 ആൻഡ് ഓപ്ഷൻ ഡി 3. ശരിയുത്തരം കേരള നിയമസഭയുടെ കാലാവധി ഓപ്ഷൻ ബി 5. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: കേരള സംസ്ഥാന പക്ഷി ഏത്? ഓപ്ഷൻ എ മയിൽ, ഓപ്ഷൻ ബി കുയിൽ, ഓപ്ഷൻ സി മലമുഴക്കി വേഴാമ്പൽ ആൻഡ് ഓപ്ഷൻ ഡി പ്രാവ്. ശരിയുത്തരം കേരള സംസ്ഥാന പക്ഷി ഓപ്ഷൻ എ മയിൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ സംസ്ഥാന മരം ഏത്? ഓപ്ഷൻ എ മാവ്, ഓപ്ഷൻ ബി തേങ്ങ, ഓപ്ഷൻ സി തെങ്ങ് ആൻഡ് ഓപ്ഷൻ ഡി ജാക്ക്. ശരിയുത്തരം കേരളത്തിൻ്റെ സംസ്ഥാന മരം ഓപ്ഷൻ സി തെങ്ങ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: കേരള സംസ്ഥാന മൃഗം ഏത്? ഓപ്ഷൻ എ സിംഹം, ഓപ്ഷൻ ബി ആന, ഓപ്ഷൻ സി കടുവ ആൻഡ് ഓപ്ഷൻ ഡി കരടി. ശരിയുത്തരം കേരള സംസ്ഥാന മൃഗം ഓപ്ഷൻ ബി ആന. ആറാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏത്? ഓപ്ഷൻ എ താമര, ഓപ്ഷൻ ബി നീലക്കുറിഞ്ഞി, ഓപ്ഷൻ സി ചെമ്പകം ആൻഡ് ഓപ്ഷൻ ഡി മുല്ല. ശരിയുത്തരം കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഓപ്ഷൻ ബി നീലക്കുറിഞ്ഞി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: കേരള പുനഃസംഘടന ദിനം ഏത്? ഓപ്ഷൻ എ ആഗസ്റ്റ് 15, ഓപ്ഷൻ ബി നവംബർ 1, ഓപ്ഷൻ സി ജനുവരി 26 ആൻഡ് ഓപ്ഷൻ ഡി ഏപ്രിൽ 1. ശരിയുത്തരം കേരള പുനഃസംഘടന ദിനം ഓപ്ഷൻ ബി നവംബർ 1. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരള നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 140, ഓപ്ഷൻ ബി 141, ഓപ്ഷൻ സി 142 ആൻഡ് ഓപ്ഷൻ ഡി 139. ശരിയുത്തരം കേരള നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി 141. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ സംസ്ഥാന ഗാനം എഴുതിയത് ആര്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി KR നാരായണൻ ആൻഡ് ഓപ്ഷൻ ഡി ബോധേശ്വരൻ. ശരിയുത്തരം കേരളത്തിൻ്റെ സംസ്ഥാന ഗാനം എഴുതിയത് ഓപ്ഷൻ ബി വള്ളത്തോൾ. പത്താമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ തനത് ആയുധകല ഏത്? ഓപ്ഷൻ എ കളരിപ്പയറ്റ്, ഓപ്ഷൻ ബി ജൂഡോ, ഓപ്ഷൻ സി കരാട്ടെ ആൻഡ് ഓപ്ഷൻ ഡി തൈക്കോണ്ട. ശരിയുത്തരം കേരളത്തിലെ തനത് ആയുധകല ഓപ്ഷൻ എ കളരിപ്പയറ്റ്. 11ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ പരമ്പരാഗത നാട്യകല ഏത്? ഓപ്ഷൻ എ കഥകളി, ഓപ്ഷൻ ബി കുച്ചിപ്പുടി, ഓപ്ഷൻ സി ഒഡീസി ആൻഡ് ഓപ്ഷൻ ഡി ഭരതനാട്യം.
ശരിയുത്തരം കേരളത്തിലെ പരമ്പരാഗത നാട്യകല. ഓപ്ഷൻ എ കഥകളി. 12ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രകല ഏത്? ഓപ്ഷൻ എ മോഹിനിയാട്ടം. ഓപ്ഷൻ ബി കൂത്താട്ടം. ഓപ്ഷൻ സി ചാക്യാർകൂത്ത് ആൻഡ് ഓപ്ഷൻ ഡി തെരുക്കൂത്ത്. ശരി ഉത്തരം കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രകല ഓപ്ഷൻ സി ചാക്യാർകൂത്ത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രശസ്തമായ വള്ളംകളി ഏത്? ഓപ്ഷൻ എ ഉലകം ചുണ്ടൻ. ഓപ്ഷൻ ബി നാഗരിക വളം. ഓപ്ഷൻ സി നെഹ്റു ട്രോഫി ആൻഡ് ഓപ്ഷൻ ഡി രാജപ്രഭു വള്ളം. ശരി ഉത്തരം കേരളത്തിലെ പ്രശസ്തമായ വള്ളംകളി ഓപ്ഷൻ സി നെഹ്റു ട്രോഫി. 14ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ കോഴിക്കോട്. ഓപ്ഷൻ ബി തൃശ്ശൂർ. ഓപ്ഷൻ സി തിരുവനന്തപുരം ആൻഡ് ഓപ്ഷൻ ഡി കോട്ടയം. ശരി ഉത്തരം കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി തൃശ്ശൂർ. 15ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ സംസ്ഥാന കായിക ഇനം ഏത്? ഓപ്ഷൻ എ ഫുട്ബോൾ. ഓപ്ഷൻ ബി ക്രിക്കറ്റ്. ഓപ്ഷൻ സി കബഡി ആൻഡ് ഓപ്ഷൻ ഡി വോളിബോൾ. ശരി ഉത്തരം കേരളത്തിലെ സംസ്ഥാന കായിക ഇനം ഓപ്ഷൻ സി കബഡി. 16ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ എറണാകുളം. ഓപ്ഷൻ ബി തിരുവനന്തപുരം. ഓപ്ഷൻ സി തൃശ്ശൂർ ആൻഡ് ഓപ്ഷൻ ഡി കോഴിക്കോട്. ശരി ഉത്തരം കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി കോഴിക്കോട്. 17ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാനമായ കായൽ ഏത്? ഓപ്ഷൻ എ അഷ്ടമുടി. ഓപ്ഷൻ ബി വേമ്പനാട്. ഓപ്ഷൻ സി ശാസ്തകോട്ട ആൻഡ് ഓപ്ഷൻ ഡി കായംകുളം. ശരി ഉത്തരം കേരളത്തിലെ പ്രധാനമായ കായൽ ഓപ്ഷൻ ബി വേമ്പനാട്. 18ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രസിദ്ധമായ ആയുർവേദ കേന്ദ്രം ഏത്? ഓപ്ഷൻ എ കോട്ടക്കൽ. ഓപ്ഷൻ ബി പുനലൂർ. ഓപ്ഷൻ സി തലശ്ശേരി ആൻഡ് ഓപ്ഷൻ ഡി കായംകുളം. ശരി ഉത്തരം കേരളത്തിലെ പ്രസിദ്ധമായ ആയുർവേദ കേന്ദ്രം ഓപ്ഷൻ എ കോട്ടക്കൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രം ഏത്? ഓപ്ഷൻ എ കേരള കൗമുദി. ഓപ്ഷൻ ബി ദീപിക. ഓപ്ഷൻ സി മാതൃഭൂമി ആൻഡ് ഓപ്ഷൻ ഡി ദേശാഭിമാനി. ശരി ഉത്തരം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രം ഓപ്ഷൻ ബി ദീപിക. 20ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രസിദ്ധമായ ഉത്സവം ഏത്? ഓപ്ഷൻ എ വിഷു. ഓപ്ഷൻ ബി ഓണം. ഓപ്ഷൻ സി തിരുവാതിര ആൻഡ് ഓപ്ഷൻ ഡി ഈസ്റ്റർ. ശരി ഉത്തരം കേരളത്തിലെ പ്രസിദ്ധമായ ഉത്സവം ഓപ്ഷൻ ബി ഓണം. 21ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രശസ്തമായ കോട്ട ഏത്? ഓപ്ഷൻ എ ബേക്കൽ കോട്ട. ഓപ്ഷൻ ബി ആഗ്ര കോട്ട. ഓപ്ഷൻ സി ചിത്തോർ കോട്ട ആൻഡ് ഓപ്ഷൻ ഡി ഗോൾക്കൊണ്ട കോട്ട. ശരി ഉത്തരം കേരളത്തിലെ പ്രശസ്തമായ കോട്ട ഓപ്ഷൻ എ ബേക്കൽ കോട്ട.
അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.